പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടോർക്ക്, ആംഗുലർ മൊമെൻറ്റം എന്നിവയെക്കുറിച്ചും അവ തമ്മിലുള്ള റിലേഷനുമാണ് പഠിച്ചത്. ഇന്ന് തീർത്തും പുതിയൊരാശയത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇനേർഷ്യ എന്താണെന്ന് പഠിക്കുകയുണ്ടായി. ഇറ്റ് ഈസ് ദ ഇൻഎബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ് സെൽഫ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ ഗിവൺ ഡയറക്ഷൻ എന്നാണ് നമ്മൾ ഇനേർഷ്യ എന്താണെന്ന് മനസ്സിലാക്കിയത്. അതായത് ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയോ നേർരേഖയിലൂടെയുള്ള യൂണിഫോം മോഷനോ ചേഞ്ച് ചെയ്യാൻ ഉള്ള ഇനബിലിറ്റി, അതിന് സ്വന്തമായിട്ട് മാറ്റാൻ പറ്റായികയാണ് ഇനേർഷ്യ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് റൊട്ടേഷണൽ മോഷനിലും ഇതുപോലെ ഇനേർഷ്യയുണ്ട്. അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അതിൻ്റെ കറക്കം നിർത്താൻ സ്വയമേവ പറ്റില്ല. അതേപോലെ കറങ്ങാതിരിക്കുന്ന ഒരു വസ്തുവിന് സ്വയമേവ കറങ്ങാൻ തുടങ്ങാനും പറ്റില്ല. റൊട്ടേഷണൽ മോഷനുള്ള ഇനേർഷ്യയെ നമ്മൾ റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറയും. അത് കറങ്ങാതിരിക്കാൻ പറ്റായിക, അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കറങ്ങാത്ത ഒരു വസ്തുവിന് കറങ്ങിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയാണ് റൊട്ടേഷണൽ ഇനേർഷ്യ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു സ്റ്റാർട്ട് ഓർ റൊട്ടേറ്റ് ബൈ ഇറ്റ് സെൽഫ് ഓർ ടു സ്റ്റോപ്പ് റൊട്ടേഷൻ ബൈ ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് നോൺ ആസ് റൊട്ടേഷണൽ ഇനേർഷ്യ. ഈ റൊട്ടേഷണൽ ഇനേർഷ്യയുടെ മെഷർമെൻറ്റിനെയാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഉണ്ട് ആ ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് അതിനുപയോഗിക്കുന്ന ടേമാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനേർഷ്യ. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ വസ്തുവിൻ്റെ മാസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്, ഒരുപാട് പാർട്ടിക്കിൾസ് ചേർന്നതാണ് ഒരു റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അതിലെങ്ങനെയാണ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, കനം കൂടുതൽ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ കനം കുറഞ്ഞത് ഏത് ഭാഗത്താണ്, അങ്ങനെ മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ എടുക്കുന്ന ആക്സിസിൻ്റെ പൊസിഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് റൊട്ടേഷണൽ ഇനേർഷ്യയുടെ മെഷർമെൻ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നിൽക്കുന്നത്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് ഐ എന്നോ എം ഐ എന്നോ ഉപയോഗിക്കും. തൽക്കാലം നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എം ഐ എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഐ എന്ന് ഉപയോഗിച്ചാലും മതി. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ ഇതാണ്: എം ഇൻറ്റു ആർ സ്ക്വയർ. mr square is the equation for moment of inertia, where m is the total mass of the body and r is the perpendicular distance from the axis. ഏത് പോയിൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണോ നമ്മൾ കാണുന്നത്, അവിടെ നിന്ന് ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എന്തായാലും റൊട്ടേഷൻ നടക്കണമെങ്കിൽ ഒരു ആക്സിസ് വേണം. ആ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ആർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ ഈസ് എം ആർ സ്ക്വയർ. ആർ ക്യാപിറ്റൽ ഉപയോഗിക്കാം, അതുപോലെ സ്മോളും ഉപയോഗിക്കാം. സോ എം ആർ സ്ക്വയർ ഇസ് ദ ഇക്വേഷൻ ഫോർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ യൂണിറ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിൽ ബി കിലോഗ്രാം മീറ്റർ സ്ക്വയർ. അല്ലേ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമും മറ്റേത് ലെങ്ത് ആയതുകൊണ്ട് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ് വരിക. ഡയമെൻഷണൽ ഫോർമുല വിൽ ബി എം ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ എൽ ആയതുകൊണ്ട് എം എൽ സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല. ആൻഡ് ഇഫ് ദർ ആർ എ ലോട്ട് ഓഫ് പാർട്ടിക്കിൾസ്, ഒരു പ്രത്യേകിച്ചൊരു ഷേപ്പും ഇല്ലാത്ത ഒരു റിജിഡ് ബോഡിയാണ്, ഇതാണ് ആക്സിസ്. ഇവിടെയുള്ളൊരു പാർട്ടിക്കിളിൻ്റെ മാസ് m1, മറ്റൊരു പാർട്ടിക്കിളിൻ്റെ മാസ് m2, മറ്റൊരു പാർട്ടിക്കിളിൻ്റെ മാസ് m3. ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കിളുണ്ട് വിച്ച് ആർ അറ്റ് ഡിസ്റ്റൻസസ് r1, r2, r3, etc. Then the moment of inertia of the different particles, or the total moment of inertia of the body, I is equal to, we can say, m1 r1 square plus m2 r2 square plus m3 r3 square plus etc. up to m n r n square. എല്ലാ പാർട്ടിക്കിളിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് ഓരോന്നിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്കിതിനെ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ഒരു സമ്മേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ പറയാം: ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n എം ഐ ആർ ഐ സ്ക്വയർ. അപ്പം ഐക്ക് 1 കൊടുത്താൽ m1 r1 സ്ക്വയർ, ഐക്ക് 2 കൊടുക്കുമ്പോൾ m2 r2 സ്ക്വയർ. സിഗ്മ ഉള്ളതുകൊണ്ട് പ്ലസ് എന്ന് അതിൽ ആഡപ്പ് ചെയ്ത് വരികയും ചെയ്യും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. കുറേ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. സിമ്പിളായിട്ട് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എം ആർ സ്ക്വയർ എന്ന് പറയുകയും ചെയ്യാം. ആൻഡ് ദർ ഈസ് അനദർ ടേം നോൺ ആസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. Radius of gyration. Radius of gyration is the
distance from the axis of rotation to the center of mass of the body. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് നമ്മൾ ഏത് ആക്സിസ് ഓഫ് റൊട്ടേഷനിലാണോ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണുന്നത്, ആ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഏത് വെച്ചിട്ടാണോ വസ്തു റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്ക് സെൻറ്റർ ഓഫ് മാസിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുക. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ കെ. Radius of gyration is represented by k, and we can say I is equal to ആ ആക്സിസ് വെച്ചിട്ട് നമുക്ക് പറയാം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I is equal to mk square ആണ്. K is the distance from the axis to center of mass and m is the total mass of the body. So we can say k square is equal to I by m, or k is equal to root of I by m. So this is the equation for radius of gyration. Radius of gyration എന്ന് പറഞ്ഞാൽ it is the distance from the axis of rotation to the center of mass. Center of mass എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. It is a point where the whole mass of the body is assumed to be concentrated. Okay. അപ്പം അതാണ് radius of gyration. I is equal to root of k is equal to root of I by m. ഇനി മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് തിയറങ്ങളാണ് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. രണ്ട് തിയറംസ് ഓൺ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. വൺ ഈസ് parallel axis theorem. Parallel axis theorem. It states that ഒരു ഇറഗുലർ ഷേപ്പിലുള്ള ഒരു റിജിഡ് ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക. This is the center of mass and this is the axis passing through the center of mass. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഞാൻ വരച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത്. സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ആക്സിസ് ആണിത്. ഇത് വേറെ ഒരു ആക്സിസ്, അതല്ലാതെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ അല്ലാത്ത മറ്റൊരു ആക്സിസാണ് ഈ വരച്ചേക്കുന്നത്, വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എ ഫ്രം ദ സെൻറ്റർ ഓഫ് മാസ്, ഫ്രം ദ ആക്സിസ് പാസിങ് ത്രൂ സെൻറ്റർ ഓഫ് മാസ്. അപ്പം ഈ ആക്സിസ് കൂടെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ആക്സിസ് കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയെ നമ്മൾ I0 എന്ന് പറയുന്നു. I0. And I is the moment of inertia passing through any other axis which is parallel to the axis passing through center of mass. ഇതിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് ആണിത്. ഇത് തമ്മിലുള്ള ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എ. ഈ ആക്സിസ് സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്നു. ഇത് അങ്ങനെയൊന്നുമല്ല, അതിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണെന്ന് മാത്രം. So moment of parallel axis theorem states that moment of inertia of a body about any axis is equal to the sum of the moment of inertia about a parallel axis passing through the center of mass plus, or it is the sum of mass and product of mass and square of the distance between the two axes. ഈ ആക്സിസിൽ കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ അതിന് പാരലലായിട്ട് സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് mass into a square of the distance into mass, that is product of mass and square of the distance. So we can say in simple I is equal to ഈ ആക്സിസ് കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I is equal to I0 plus ma square. I0 is the moment of inertia about a parallel axis which is passing through the center of mass plus m, the whole mass of the body, and a, the distance between the two axes. I equal to I0 plus ma square is the mathematical form of parallel axis theorem. So I will repeat it once more. Parallel axis theorem says that moment of inertia of a body about any axis is equal to sum of the moment of inertia about a parallel axis passing through the center of mass and the product of mass and square of the distance between the two axes, and I is equal to I0 plus ma square. That is a mathematical form. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് വേണ്ടി വരികയും ചെയ്യും. അതുപോലെ അടുത്ത തിയറമാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം which states that moment of inertia of a plane lamina എന്ന് വെച്ചാൽ ഷീറ്റ്, ഒരു പ്ലെയിൻ ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. moment of inertia of a plane lamina about a perpendicular axis, ആ ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിനെ വെച്ചുകൊണ്ടുള്ള moment of inertia എന്ന് വെച്ചാൽ that is a sum of moment of inertia about two axes.
ഈ ആക്സിസ് വെച്ചിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ വേറെ 2 ആക്സിസ് വെച്ചിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സമ്മാണ്. ഏതാണ് വേറെ 2 ആക്സിസ്? വിച്ച് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആൻഡ് വിച്ച് ആർ ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ലാമിന ആൻഡ് പാസിംഗ് ത്രൂ ദ സെയിം പോയിൻറ്റ്. ഈ ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ വേറെ 2 ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സമ്മാണ്. ആ വേറെ 2 ആക്സിസ് ഈ പ്ലെയിനിലായിരിക്കും, ഈ ഷീറ്റിൻ്റെ പ്ലെയിനിലായിരിക്കും, അതോടൊപ്പം തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതെല്ലാം തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും, അതോടൊപ്പം ഒരേ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് കടന്നു പോകുന്നതായിരിക്കും. ഇങ്ങനെ 3 ആക്സിസ്. ഇതിനെ നമുക്ക് എക്സ് എന്ന് പറയാം, ഇതിനെ വൈ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിസിനെ നമുക്ക് സെഡ് എന്ന് പറയാം. Okay, so IZ, moment of inertia about this axis, that is a perpendicular axis, perpendicular to the plane lamina, is equal to the sum of the moment of inertia about 2 axes which are mutually perpendicular and which are in the plane of the lamina and passing through the common point. That is IZ is equal to IX plus IY. Moment of inertia about the z axis is equal to moment of inertia about x axis plus moment of inertia about y axis. This is perpendicular axis theorem. I will repeat it once more. Moment of inertia about any axis, moment of inertia of a plane lamina about a perpendicular axis is equal to the sum of the moment of inertias about 2 mutually perpendicular axes which are in the plane of the lamina and passing through the same point. ഓക്കെ, അപ്പോൾ ഈ 2 തിയറങ്ങൾ നമ്മൾ തറവാക്കണം. ഇതുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റ് കാര്യങ്ങൾ ഇതുപയോഗിച്ചുകൊണ്ടുള്ള ഡെറിവേഷനൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ പാരലൽ ആക്സസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സസ് തിയറവും തറവായിട്ട് പഠിക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് ആണ്. MI ഓഫ് എ റിംഗ്, ഒരു വളയത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം. സോ കൺസിഡർ എ റിംഗ് ഓഫ് റേഡിയസ്, ഒരു വളയമാണ്, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ഓക്കെ, ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആക്സിസ് ഈസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ റിംഗ്. ഇങ്ങനെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലാണ് ആക്സിസ് ഉള്ളത്. നമുക്ക് ഇമാജിൻ ചെയ്യാം, ഒരു മോതിരം അല്ലെങ്കിൽ ഒരു വള, അതുപോലെയുള്ള ഒരു വളയമാണ്, അതിൻ്റെ നടുവിലിട്ട് ഇത് കറക്കുകയാണെന്ന് വിചാരിക്കുക. ആ പെർപെൻഡിക്കുലർ പ്ലെയിനിൽ വെച്ചിട്ടാണ് ഇത് കറങ്ങുന്നത്. റേഡിയസ് R ആണ്. ടോട്ടൽ മാസ് ഓഫ് ദ റിംഗ് ഈസ് M. നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു mr² എന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ചെറിയ പോർഷനെ കൺസിഡർ ചെയ്യുക. ടോട്ടൽ മാസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. വി ആർ കൺസിഡറിങ് എ സ്മോൾ പീസ് ഓൺ ദ ഓർ എ സ്മോൾ സ്ട്രിപ്പ് ഓൺ ദ റിംഗ് വിച്ച് ഈസ് ഹാവിങ് എ മാസ് സ്മോൾ m. So what is the moment of inertia of this small portion? That will be m into capital R², where R is the radius of the ring. So if this is the moment of inertia of the small portion, then we can calculate the total moment of inertia of the ring by summation of this moment of inertia. ഈ ചെറിയ പോർഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടിയാൽ അതുപോലെ തന്നെ ആയിരിക്കും ബാക്കി എല്ലാത്തിൻ്റെയും. അപ്പോൾ അതുപോലെ ഇരുന്ന് എഴുതിയിട്ട് നമ്മളത് കൂട്ടിയെടുത്താൽ മതി. അതുകൊണ്ടാണ് സിഗ്മ mr² എന്ന് പറഞ്ഞത്. സിഗ്മ m എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ്സാണ്. ഇങ്ങനെയുള്ള എല്ലാ പോർഷൻ്റെയും മാസ് കൂട്ടിയാൽ ടോട്ടൽ മാസ് ഓഫ് ദ റിംഗ് ആണ് കിട്ടുക. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റിംഗ് ഈസ് m into r², where sigma m is equal to capital M. So this is the equation for moment of inertia of a ring. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഈ റിങ്ങിനെ ഇങ്ങനെ ചെറിയ ഒരുപാട് പോർഷൻസ് ആണ് എന്ന് ഇമാജിൻ ചെയ്യുന്നു. അതിലൊരു പോർഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് mr², സ്മോൾ mr², ആൻഡ് വി ആർ ആഡിങ് അപ്പ് ദ ഹോൾ പോർഷൻസ് ആൻഡ് വി ആർ ഗെറ്റിംഗ് I is equal to mr². Okay, so this is the moment of inertia of a ring in a perpendicular plane. The axis is perpendicular to the plane and passing through the center. And what will be the moment of inertia of the ring about a diameter? ഇങ്ങനെ റിംഗ് ഉണ്ട്. റിങ്ങിൻ്റെ ഡയമീറ്റർ വെച്ചിട്ടുള്ള ഒരു ആക്സിസാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് ഡയമീറ്റർ. ഇത് വെച്ചിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അതായത് റിങ് ഇങ്ങനെയാണ് കറക്കുക. നേരത്തെ കറങ്ങിയ മാതിരി ഇതിൽ ചുറ്റി ഇങ്ങനെ കറങ്ങുകയല്ല. ഈ ഡയമീറ്റർ വെച്ചിട്ട് റിങ് ഇങ്ങനെ കറങ്ങണം. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഈ 2 ഡയമീറ്റർ കണക്കാക്കുക. ഈ ഒരു ഡയമീറ്റർ വെച്ചിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ ID എന്ന് പറയുന്നു. ഏത് ഡയമീറ്റർ വെച്ചിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും ID ആണ്. അപ്പം ഈ 2 ഡയമീറ്ററിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് നമ്മൾ നേരത്തെ എടുത്ത സെൻറ്റർ കൂടെയുള്ള ആക്സിസ്.
സെൻറ്ററിൽ കൂടിയുള്ള ആക്സിസ് ഈ രണ്ട് ഡയമീറ്ററിനും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ നമുക്ക് പറയാം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പ്രകാരം IX + IY = IZ ആണ്. സോ വി ക്യാൻ സേ IXൻ്റെ സ്ഥലത്ത് ID ആണ്, പ്ലസ് IYയുടെ സ്ഥലത്തും ID ആണ്. അപ്പോൾ IX + IY = IZൻ്റെ സ്ഥലത്താണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെൻറ്ററിൽ കൂടിയുള്ള ആക്സിസ്. അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, mr². ദാറ്റ് ഈസ് ഈക്വൽ ടു mr². മനസ്സിലായല്ലോ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമാണ് നമ്മൾ ഉപയോഗിച്ചത്. ID + ID, ദാറ്റ് ഈസ് IX + IY = IZ. IZ ഈസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ. സോ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ നേരത്തെ കണ്ടു, mr². സോ 2ID is equal to mr², or I, moment of inertia about a diameter ID, is equal to mr²/2. This is the moment of inertia of a ring about a diameter. Okay. ഇനി ഇതുപോലെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാം. ഈ റിങ്ങിൻ്റെ ഒരു ടാൻജൻറ്റിൽ കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കണം. റിങ്ങിൻ്റെ ടാൻജൻറ്റിൽ കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ഇതാണ് റിങ്, ഇതാണ് ടാൻജൻറ്റ് വരച്ചിട്ടുള്ളത്. ഈ ടാൻജൻറ്റ് നമുക്ക് രണ്ട് തരത്തിൽ കണക്കാക്കാം. സ്പർശരേഖയാണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടിയുള്ള ആക്സിസിന് പാരലലായിട്ട് പോകുന്ന ടാൻജൻറ്റ് നമുക്ക് എടുക്കാം. അതേസമയം ഡയമീറ്ററിന് പാരലലായിട്ട് പോകുന്ന ടാൻജൻറ്റും എടുക്കാം. രണ്ട് തരത്തിൽ ടാൻജൻറ്റ് എടുക്കാം. ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് സെൻറ്ററിൽ കൂടെ പോകുന്ന ആക്സിസിന് പാരലലായിട്ടുള്ള ടാൻജൻറ്റാണ് എടുത്തത്. അപ്പം ഈ I കാണാൻ വേണ്ടിയിട്ട് ഇതിൽ സെൻറ്ററിൽ കൂടെ പോകുന്നത് നമുക്ക് I0 എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആണ്, ദാറ്റ് ഈസ് R. പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കുന്നു. I is equal to I0 + ma² എന്നാണ് പാരലൽ ആക്സിസ് തിയറം പറഞ്ഞത്. സോ ഇവിടെയുള്ള ഈ ആക്സിസിൻ്റെ അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണാൻ I0 നമ്മൾ ആദ്യം കണ്ടുവച്ചതാണ്, സെൻട്രൽ കൂടെയുള്ളത്, ദാറ്റ് ഈസ് mr² പ്ലസ് ma² എന്നാണ് ഇക്വേഷനിൽ. ഇവിടെ A അല്ല, ഡിസ്റ്റൻസ് R ആണ്. സോ പ്ലസ് mr², ദാറ്റ് ഈസ് ഈക്വൽ ടു 2mr². This is the moment of inertia of the ring about a tangent which is parallel to the axis passing through the center. Okay. And now if we take the axis parallel to the diameter, tangent തന്നെയാണ്, പക്ഷേ ഡയമീറ്ററിന് പാരലൽ ആയിട്ടുള്ള ടാൻജൻ്റ് ആണ് എടുക്കുന്നത്. ഇങ്ങനെ റിംഗ് ഉണ്ട്, ഇങ്ങനെ ഡയമീറ്റർ ഉണ്ട്. ഈ ഡയമീറ്ററിന് പാരലൽ ആയിട്ടുള്ള ടാൻജൻറ്റ് കണക്കാക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ I0 എന്ന് പറയുന്നു. ഈ ആക്സിസിനുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I ആണ്. അങ്ങനെയാണെങ്കിൽ വി സേ I is equal to I0 + ma². പാരലൽ ആക്സിസ് തിയറം തന്നെയാണ് ഉപയോഗിക്കുന്നത്. I equal to I0 + ma². I0 എത്രയായിരുന്നു? ഡയമീറ്റർ കൂടിയുള്ള ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ഇതാ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. 2ID is equal to mr², ID is equal to mr²/2. സോ mr²/2 പ്ലസ് ma². A അല്ല ഡിസ്റ്റൻസ്, R ആണ് ഡിസ്റ്റൻസിന് പേരിട്ടത്, പ്ലസ് mr². ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 mr². 3/2 mr². So this is the moment of inertia about an axis of the ring about an axis which is parallel to the diameter of the ring. ഓക്കെ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ടാൻജൻ്റ് ഉണ്ട്. ഒന്ന് സെൻറ്ററിൽ കൂടിയുള്ള ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ടാൻജൻറ്റ്, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് 2mr² എന്നാണ് കിട്ടിയത്. ഡയമീറ്ററിന് പാരലൽ ആയിട്ടുള്ള ടാൻജൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് 3/2 mr² എന്നാണ് വരുന്നത്. അപ്പോൾ 4 തരത്തിൽ നമ്മൾ ഡിറൈവ് ചെയ്തു. സെൻറ്ററിൽ കൂടിയുള്ള ആക്സിസിന് mr², ഡയമീറ്റർ കൂടിയുള്ളത് mr²/2, ടാൻജൻറ്റ് സെൻറ്ററിന് പാരലൽ ആണെങ്കിൽ 2mr², ഡയമീറ്ററിന് പാരലൽ ആണെങ്കിൽ 3/2 mr². സോ ദിസ് ഈസ് അബൌട്ട് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ്. നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ, ഒരു റിംഗ് അല്ല, ഒരു സ്ഫിയർ ആണ് ഉരുണ്ട് പോകുന്നതെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സ്ഫിയർ ഈസ് ഇറ്റ് ഈസ് സോളിഡ് സ്ഫിയറും ഹോളോ സ്ഫിയറും ഉണ്ട്, ഉള്ളു പൊള്ളയായ സ്ഫിയറും അല്ലാത്ത സ്ഫിയറും. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ അബൌട്ട് an axis which is passing through the center is given as 2/5 mr². 2/5 mr². And what will be the equation for the moment of inertia passing through a tangent
ഇത് സ്ഫിയർ ആണെന്ന് വിചാരിക്കുക. സ്ഫിയറിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന ഗോളം അതിൻ്റെ ആക്സിസ് കൂടെ കറങ്ങുകയാണെങ്കിൽ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്കാണ് 2/5 mr² എന്ന് പറഞ്ഞത്. ഇനി ടാൻജൻറ്റ് കൂടിയാണ് പോകുന്നതെങ്കിൽ നമ്മൾ പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കുന്നു. സോ I is equal to ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 2/5 mr² പ്ലസ് ma² എന്നാണ് പാരലൽ ആക്സിസ് തിയറം. ദാറ്റ് ഈസ് mr². ദാറ്റ് ഈസ് ഈക്വൽ ടു 7/5 mr² എന്ന് വരും. 7/5 mr². So this is the moment of inertia of a ring about an axis parallel to the parallel to the axis passing through the center, or it is the axis passing through a tangent. Okay. And what is the moment of inertia of a hollow sphere? Mi of a hollow sphere. പൊള്ളയായ ഒരു ബോൾ പോലെ ഉള്ളു പൊള്ളയായിട്ടുള്ള ഒരു സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ ദാറ്റ് വിൽ ബി 2/3 mr². ദിസ് ഈസ് ദ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ കൂടിയാണെങ്കിൽ 2/3 mr² ആയിരിക്കും. ടാൻജൻറ്റ് കൂടിയാണെങ്കിൽ നമുക്കതുപോലെ കണ്ടുപിടിക്കാം. 2/3 mr² പ്ലസ് mr² ആയിരിക്കും. പാരലൽ ആക്സിസ് തിയറം ഇത് സോളിഡ് സ്ഫിയർ ചെയ്ത പോലെ തന്നെയാണ്. 2/3 mr² പ്ലസ് mr², ദാറ്റ് ഈസ് 5/3 mr². So this is the mi of a hollow sphere about a tangent. അപ്പോൾ സോളിഡ് സ്ഫിയറിൻ്റെ സെൻറ്ററിൽ കൂടിയുള്ളത്, സോളിഡ് സ്ഫിയറിൻ്റെ ടാൻജൻറ്റ് കൂടിയുള്ളത്, ഹോളോ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ കൂടിയുള്ളത്, ഹോളോ സ്ഫിയറിൻ്റെ ടാൻജൻറ്റ് കൂടിയുള്ളത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് പഠിച്ചു. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ 2 തിയറങ്ങൾ, പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പഠിച്ചു. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിങ്, അത് പലതരം ആക്സിസ് വെച്ചിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു. അതോടൊപ്പം ഒരു സോളിഡ് സ്ഫിയറിൻ്റെയും ഹോളോ സ്ഫിയറിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻസും പഠിച്ചു. വളരെ കൃത്യമായിട്ട് വളരെ തറവായിട്ട് ഇത് പഠിച്ച് മുന്നോട്ട് പോവുക. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ബേസായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിച്ച് പോകണം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.